students, welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ബികോം സെക്കൻഡ് സെമ്മുകാരുടെ സാവിത്രി എന്ന നാടകമാണ്. സാവിത്രി 2007 നാടകकार कैलाश चंद्र जी. सावित्री 2007 नाटककार कैलाश चंद्र जी. हिंदी के आधुनिक नाटक कैलाश चंद्र जी द्वारा रचित एक व्यंग्य प्रधान नाटक है सावित्री 2007. इस नाटक में कैलाश जी ने एक साथ यथार्थवाद और फैंटेसी का सफल मिश्रण किया है. सावित्री 2007 नाटक के 3 अंग है. पहले अंग में 2 दृश्य है. दृश्य परिवेश की दृष्टि से और पात्रों के नाम और परिचय के कारण यमलोक का परिचय मिलता है. हिंदी के आधुनिक नाटककार कैलाश चंद्र जी द्वारा रचित एक व्यंग्य प्रधान नाटक है सावित्री 2007. ഹിന്ദിയിലെ ആധുനിക നാടക കൃത്തുക്കളുടെ കൂട്ടത്തിൽപ്പെടുന്ന കൈലാഷ് ചന്ദ്ര ജി രചിച്ച ഒരു വ്യംഗ്യരസപ്രധാനമായ നാടകമാണ് സാവിത്രി 2007. इस नाटक में कैलाश जी ने एक साथ यथार्थवाद और फैंटेसी का सफल मिश्रण किया है. ഈ നാടകത്തിലൂടെ കൈലാഷ് ജി ഒരേ സമയത്ത് യഥാർത്ഥവാദവും അതുപോലെ തന്നെ ഫാന്റസിയെയും സമന്വയിപ്പിച്ചിരിക്കുന്നു. सावित्री 2007 नाटक के 3 अंग है. സാവിത്രി 2007 എന്ന നാടകത്തിന് 3 അംഗങ്ങളാണുള്ളത്. पहले अंग में 2 दृश्य है. आद्यते अंगത്തിൽ 2 दृश्यങ്ങൾ. दृश्य परिवेश की दृष्टि से और पात्रों के नाम और परिचय के कारण यमलोक का परिचय मिलता है. ദൃശ്യ പരിസ്ഥിതി കൊണ്ടും ഇതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പേര് വെച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് യമലോകമാണ് എന്നാണ്. पहला अंग यमलोक के एक दफ्तर के दृश्य से नाटक शुरू होता है. वह ठंगी बोर्ड से हमें मालूम पड़ता है कि वह जीव आगम निर्गम कार्यालय है. ऑफिस वक्त होने पर भी वह किसी नौकर चाकर नहीं है. बाद में चपरासी और बाबू लोग एक एक करके दिखाई पड़ते हैं. वहाँ होने वाले सारा कार्य व्यापार आज के किसी भी सरकारी दफ्तर से मिलता जुलता है. पाप पुण्य का हिसाब लेना, पुनर्जन्म संबंधी आदि सभी मामलों में वहाँ अन्याय चल रहा है. वहाँ आने वाले आदमी 1, आदमी 2, बूढ़ा आदमी आदि की बातचीतों से हमें यह मालूम होता है. സോ നമ്മുടെ ആദ്യത്തെ അംഗം തുടങ്ങുന്നത് യമലോകത്തിലെ ഒരു ഓഫീസിന്റെ ചിത്രണത്തോടു കൂടിയാണ്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ജീവ് ആഗം നിർഗം കാര്യാലയാണെന്നാണ്. ഓഫീസ് സമയം ആയിരുന്നിട്ട് കൂടി അവിടെ സ്റ്റാഫ്സ് ഒന്നും തന്നെ ഇല്ല. ശേഷം പ്യൂണും ഓഫീസേഴ്സും ഓരോരുത്തരായി വരുന്നു. അവിടെ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളും ഇന്നത്തെ ഏതൊരു സർക്കാർ സ്ഥാപനത്തെയും ദ്യോതിപ്പിക്കുന്നതാണ്. പാപപുണ്യങ്ങളുടെ കണക്കുകൂട്ടൽ, പുനർജന്മം വിഷയമാകുന്ന ഫയലുകൾ, ഇങ്ങനെ എല്ലാ മേഖലയിലും അന്യായമാണ് നടക്കുന്നത്. ഓഫീസിൽ വന്നു പോകുന്ന ആദ്മി 1, ആദ്മി 2, ബൂഢ ആദ്മി എന്നിവരുടെ സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. दूसरा दृश्य उसी कार्यालय का जीव आगम शाखा का है. वहाँ 2 यमदूत आते हैं. जीवराखन बाबू उनके इंतजाम में थे. मृत्युलोक से सत्यवान के प्राण को लेने के लिए परवाना देता है. दहली और परवाना लेकर दोनों यमदूतों दत्ती जाते हैं. അപ്പം നമ്മുടെ പേല അങ്കില് 2 ദൃശ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ദൃശ്യത്തില് യമലോകത്തിലെ ഓഫീസിന്റെ ചിത്രണമാണെങ്കിൽ രണ്ടാമത്തെ ദൃശ്യത്തില് യമദൂതന്മാര് ആ ഓഫീസിൽ നിന്ന് ഭൂമിയിലേക്ക് സത്യവാൻ എന്ന വ്യക്തിയുടെ ആത്മാവിനെ പിടിക്കാനായിട്ട് പുറപ്പെടുന്നു എന്നത് കാണിച്ചിരിക്കുന്നു. രണ്ടാം അംഗം दूसरे अंक में केवल एक ही दृश्य है. दोनों यमदूत रात के समय धरती पहुंचते हैं. प्राण लेने के लिए कुछ अधिक समय था, इसीलिए दोनों टहलते हैं. वहां से दोनों को पुलिस गिरफ्तार करके थाने लाता है. രണ്ടാം അംഗത്തിൽ ഒരു ദൃശ്യം മാത്രമേ ഉള്ളൂ. 2 യമദൂതന്മാരും രാത്രി സമയത്ത് ഭൂമിയിൽ എത്തിച്ചേരുന്നു. ആത്മാവിനെ പിടിക്കാൻ ഇനിയും സമയം ബാക്കിയാണ്. അതിനാൽ 2 പേരും റോഡിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു.
तीसरा अंक। तीसरा अंक 4 दृश्यों से संपन्न है। चारों दृश्य दाने के अंदर ही चलते हैं। पहले दृश्य में दोनों यमदूत लॉकअप में बंद पाते हैं। एक कुटमुंडा सिपाही भी वहां मौजूद है। वह फांग पीने में व्यस्त है। यमदूत के पूछने पर वह उन्हें व्यंग्य भी करते हैं। अंत में ध्यान मग्न होकर यमदूत दो यमराज से अपनी स्थिति समझाती है। മൂന്നാം അംഗം 4 ദൃശ്യങ്ങളാൽ സമ്പന്നമാണ്. ആദ്യത്തെ ദൃശ്യത്തിൽ 2 യമദൂതന്മാരും പോലീസ് ലോക്കപ്പിൽ ബന്ധിതരായി കാണപ്പെടുന്നു. അവിടെ ഒരു പോലീസുകാരൻ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ അംഗത്തിന്റെ ആദ്യത്തെ ദൃശ്യം അവസാനിക്കുമ്പോൾ യമദൂത് 2 ധ്യാനനിരതനായി യമരാജനെ തങ്ങളുടെ അവസ്ഥ അറിയിക്കുന്നു. दूसरे दृश्य में भी दोनों यमदूत लॉकअप में बंद है। सत्यवान वहां प्रवेश करते हैं। वह सिपाही से दारोगा के बारे में पूछते हैं। फिर रपट लिखवाना चाहते हैं। उनकी 4 शादियां हो चुकी है। इससे नाराज होकर उनकी पहली पत्नी आत्महत्या करने जा रही है। इसीलिए वह थाने में रपट लिखवाना आया था. മൂന്നാം അംഗത്തിന്റെ രണ്ടാമത്തെ ദൃശ്യത്തിലും യമദൂതന്മാർ ലോക്കപ്പിൽ തന്നെയാണ്. അവിടേക്ക് സത്യവാൻ എന്നയാൾ പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കാനാണ് യമദൂതന്മാർ ഭൂമിയിൽ വന്നത്. സത്യവാൻ 4 വിവാഹം കഴിച്ചു. ഇതിൽ കുപിതയായ ആദ്യ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് എഴുതിക്കാനാണ് സത്യവാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. तीसरे दृश्य में सत्यवान की पहली पत्नी राधा देवी फिर थाने में आती है. उसके हाथ में जहर की शीशी है. सत्यवान से वह बातें करती है और बीचों बीच जहर पीती है. वह फर्श पर गिर पड़ती है. यह देखकर सत्यवान फिर कराते हुए नीचे गिरता है. उन्हें दिल का दौरा हुआ था. ये सब देखकर सिपाही बेहोश हो जाता है. अപ്പോ മൂന്നാം അംഗത്തിന്റെ മൂന്നാമത്തെ ദൃശ്യത്തിൽ സത്യവാന്റെ ആദ്യ ഭാര്യ രാധാദേവിയും പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അവരുടെ കയ്യിൽ ഒരു വിഷക്കുപ്പിയുമുണ്ട്. സത്യവാനുമായുള്ള വാക്കേറ്റത്തിനിടയിൽ അവർ വിഷം കുടിച്ച് താഴെ വീഴുന്നു. ഇത് കണ്ട് സത്യവാന് ഹൃദയാഘാതം ഉണ്ടാവുകയും നിലവിളിച്ചുകൊണ്ട് അദ്ദേഹവും താഴെ വീഴുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പോലീസുകാരനും അൺകോൺഷ്യസ് ആകുന്നു. ചൗഥേ ദൃശ്യ में सत्यवान की चौथी पत्नी सावित्री भी थाने में आती है. उचित वक्त पर सत्यवान प्राण त्याग कर देता है. यमदूत जीव को पकड़कर थैली में बांधता है. सावित्री अपनी बातों में यमदूतों को फंसाना चाहती है, लेकिन तब यमराज वहां पधारता है. राधा देवी को होश आने पर सिपाही उसे लॉकअप में बंद करता है. सावित्री यमराज को बातों में फंसाकर 2 दिन के लिए सत्यवान का प्राण मांगता है. पहले यमराज अनसुनी करता है, लेकिन बाद में वह सावित्री को वर देते हैं कि इनकी कामना पूरी हो. सत्यवान के प्राण को 2 दिन के लिए लौट देकर यमराज और यमदूत वहां से जाते हैं. അപ്പം മൂന്നാം അംഗത്തിന്റെ 4ാമത്തെ ദൃശ്യത്തിൽ സത്യവാന്റെ 4ാമത്തെ ഭാര്യ സാവിത്രിയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. നിശ്ചയിച്ച സമയത്ത് യമദൂതന്മാർ സത്യവാന്റെ ആത്മാവിനെ പിടിക്കുന്നു. ഈ സമയം യമരാജനും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഇതിനിടയിൽ ബോധം വീണ രാധാദേവിയെ ആത്മഹത്യാ കുറ്റം ചുമത്തി പോലീസ് ലോക്കപ്പിൽ അടയ്ക്കുന്നു. യമരാജനെ തന്റെ വാഗ്ജാലത്തിൽ മയക്കി സാവിത്രി 2 ദിവസത്തേക്ക് സത്യവാന്റെ പ്രാണൻ തിരികെ ചോദിക്കുന്നു. ആദ്യം വിസമ്മതിച്ച യമരാജൻ പിന്നീട് വരം നൽകി അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു. सत्यवान का प्राण शरीर में घुसता है. उन्हें होश आता है. तब सावित्री का प्रेमी विवेक कुछ कागजों के साथ वह पहुंचता है. सावित्री उससे कागज लेकर सत्यवान के सामने फैला देती है. उनसे दस्तखत करने को कहती है. पूछने पर सावित्री कहती है कि सत्यवान का वसीयतनामा है, जिसमें उनकी आधी जायदाद सावित्री के नाम लिख दिए हैं. राधा देवी इनकार करती है. फिर सत्यवान को दस्तखत करना पड़ता है. कागज विवेक के हाथ में सौंपकर सावित्री सत्यवान के साथ चलती है. विवेक भी जाता है.
राधा देवी अब फिर लॉकअप में बंद है। कुटमुंडा सिपाही व्यंग्य करते हुए कहता है कि यह 2007 का सावित्री है और वह पति और प्रेमी के एक साथ ही चलती है। സത്യവാന്റെ ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹത്തിന് ജീവൻ തിരികെ ലഭിക്കുന്നു. ഈ സന്ദർഭത്തിൽ അവിടേക്ക് സാവിത്രിയുടെ ലവറായ വിവേക് പ്രവേശിക്കുന്നു. അവന്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. സാവിത്രി ആ പേപ്പറുകൾ സത്യവാന് നൽകുന്നു. അതിൽ സൈൻ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത് സത്യവാന്റെ വിൽപത്രമാണ്. അതിൽ പകുതി സ്വത്തിന്റെയും അവകാശം സാവിത്രിക്ക് നൽകിയിരിക്കുന്നു. രാധാദേവി നിഷേധിച്ചിട്ടും സത്യവാൻ അതിൽ സൈൻ ചെയ്യേണ്ടതായി വരുന്നു. സൈൻ ചെയ്ത പേപ്പേഴ്സ് വിവേകിനെ ഏൽപ്പിച്ചുകൊണ്ട് സാവിത്രി സത്യവാനൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും പോകുന്നു. വിവേകും അവരുടെ ഒപ്പം പോകുന്നു. രാധാദേവി ഇപ്പോഴും ലോക്കപ്പിൽ ബന്ധിതയാണ്. ഇതാണ് 2007 സാവിത്രി. അവൾ ഒരേ സമയം തന്റെ ഹസ്ബൻഡിനൊപ്പവും ലവറിനൊപ്പവും സഞ്ചരിക്കുന്നു എന്ന പോലീസുകാരുടെ ആക്ഷേപഹാസ്യത്തോടു കൂടി നാടകം പര്യവസാനിക്കുന്നു. पुराने जमाने में भी सावित्री किसी भी तरह अपने पति के प्राणों की वापसी चाहती थी और आज भी चाहती थी। तब वह अपने होने का एहसास अपने पति के माध्यम से अनुभव करती थी, लेकिन आज उसे पति से अलग न केवल अपना स्वतंत्र अस्तित्व, पहचान, अतिरिक्त सत्ता की तलाश और निर्णय लेने की स्वतंत्रता की आवश्यकता है। नाटक के अंत में सावित्री के समसामयिक स्वरूप को आज के संदर्भ में उद्घाटित करने का प्रयास कैलाश जी करते हैं. ഇന്നത്തെ പോലെ തന്നെ പുരാതന കാലത്തും സാവിത്രി തന്റെ ഹസ്ബൻഡിന്റെ പ്രാണൻ തിരികെ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ സൂചിപ്പിക്കുന്നത് മഹാഭാരതം വനപർവ്വത്തിലെ സത്യവാൻ സാവിത്രിയുടെ കഥയാണ്. ഒരു മിത്താണ്. ഇപ്പൊ പണ്ടുകാലത്തെ സ്ത്രീകൾ തങ്ങളുടെ അസ്തിത്വം തങ്ങളുടെ ഹസ്ബൻഡിലൂടെയാണ് അനുഭവിച്ചിരുന്നത്. എന്നാൽ ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ പങ്കാളിയിൽ നിന്നും മാറി സ്വന്തമായ അസ്തിത്വവും വ്യക്തിത്വവും തീരുമാനമെടുക്കാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ആഗ്രഹിക്കുന്നു. നാടകാന്ത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ കാഴ്ചപ്പാട് സാവിത്രിയിലൂടെ വ്യക്തമാക്കുന്നതിൽ കൈലാഷ് ജി വിജയം കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിച്ചത് സാവിത്രി, കൈലാഷ് ചന്ദ്രജി രചിച്ച സാവിത്രി 2007 എന്ന ആക്ഷേപഹാസ്യ നാടകമാണ്. ഇതിൽ മൊത്തം 3 അംഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ അംഗത്തിൽ 2 ദൃശ്യം, രണ്ടാമത്തെ അംഗത്തിൽ 1 ദൃശ്യം, മൂന്നാമത്തെ അംഗത്തിൽ 4 ദൃശ്യം. സോ താങ്ക് യു ഓൾ. എല്ലാവർക്കും സമ്മറി ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു.